വളരെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന അവരായിട്ട് നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമുണ്ട്, അല്ലേ? ദൈവം നമ്മളോട് ചെയ്ത ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ്? വളരെ സന്തോഷമുള്ള ആളുകളാണ്. നമുക്ക് ദൈവം രക്ഷ നൽകി, ദൈവം നമ്മളെ അനുദിനം നടത്തുന്നു, പരിപാലിക്കുന്നു, നല്ല നല്ല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു, പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവം ഉത്തരം തരുന്നു, ഇനി പ്രാർത്ഥിക്കാത്ത പല കാര്യങ്ങളും ദൈവം അത്ഭുതകരമായിട്ട് നമുക്ക് ചെയ്തു തരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ നിലകളിലും നോക്കുമ്പോൾ ദൈവം മനോഹരമായിട്ട് നമ്മളെ നടത്തുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് കാര്യങ്ങൾ ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രമാത്രം നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം നമ്മളെ ഒന്ന് നോക്കിയാണെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും പറയുക, അല്ലേ? അതും കൂടെ നമ്മൾ ഓർക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പൊതുവെ നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത്, അല്ലേ? അങ്ങനെ സാധാരണ പറയാറ്, ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത്. നമ്മൾ കേൾക്കുമ്പോൾ വളരെ നിഷ്പക്ഷമായിട്ട് അങ്ങ് തോന്നും. എന്നാലും നമ്മളൊന്ന് ചിന്തിക്കുക, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ക്ലോക്ക്, ഈ ക്ലോക്ക് നമ്മൾ ചിന്തിക്കുക, ഉപകാരം ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് ആർക്കും ഉപദ്രവവും ചെയ്യുന്നില്ല, അല്ലെ? ഒരു ഉപദ്രവവും ഇല്ല, ഇതിങ്ങനെ ഇരിക്കുകയാണ്, ഭിത്തിമാലിൽ ഇരിക്കുകയാണ്, ഒരു ഉപദ്രവം ഇല്ല, ആർക്കും ഉപദ്രവം ഇല്ല, അവിടെ ഇരിക്കുക. പക്ഷെ അതുകൊണ്ടുള്ള ഒരു ഉപകാരവും ഇല്ല. എന്താണ് ക്ലോക്ക് കൊണ്ടുള്ള ഉപകാരം? സമയം വ്യക്തമായിട്ട് പറയാം, ആ ഉപകാരം അത് ചെയ്യുന്നില്ല. അപ്പൊ ഉപദ്രവവും ഇല്ല, ഉപകാരവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഞാൻ ക്ലോക്ക് എന്താ? അതൊരു യൂസ്ലെസ് സംഭവമായിട്ട് അവിടെ ഇരിക്കും, അല്ലെ? ഒരു ഉപയോഗപ്രദം അല്ലാത്തൊരു വസ്തുവായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ നമ്മള് പൊതുവെ അങ്ങ് ആദ്യം കേൾക്കുമ്പോൾ ഓർക്കും, മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കാതെ അങ്ങ് ജീവിച്ചു പോയാൽ, അല്ലേ, നമ്മുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ ഓർക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്? ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാത്തതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ യൂസ്ഫുൾനെസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മളൊരു യൂസ്ലെസ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതം അങ്ങനെ പാഴാക്കി കളയാൻ വേണ്ടിയല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. നമ്മളെ വില കൊടുത്ത് വാങ്ങിയത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യേകിച്ച് സ്തോത്രം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത്, ആ യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ച അതിന്റെ പുറകിൽ മുടക്കിയ വിലയുടെ മഹത്വത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും എടുത്തു പറയും, അല്ലെ? പൊന്ന്, വെള്ളി മുതലായ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തുക്കൾ, ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള വസ്തുക്കളുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല ദൈവം എന്ത് ചെയ്തത്? നമ്മളെ വീണ്ടെടുത്തത്. എന്നാൽ സ്വന്തം ജീവൻ, അപ്പൊ അതിനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല. അപ്പൊ അത്രയും മൂല്യമുള്ളത്, അല്ലെങ്കിൽ മൂല്യം കണക്കാക്കാൻ പറ്റാത്ത നിലയിലുള്ള ആ വില തന്നിട്ടാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ അത് ലഭിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എസെക്കിയേലിന്റെ പുസ്തകം 22-30 വാക്യത്തിലേക്ക് കടന്നു വരാം. എസെക്കിയേലിന്റെ പുസ്തകം 22 അധ്യായം അതിന്റെ 30 വാക്യം വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാണ്. അവിടെ അത് വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. അപ്പൊ നമ്മള് ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ദൈവം എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന, കരുതുന്ന, നല്ലത് മാത്രം ചെയ്യുന്ന, അല്ലെ? പക്ഷെ ദൈവം നശിപ്പിക്കുവോ? ദേശത്തെ നശിപ്പിക്കുവോ? ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധ്യതയുണ്ട്, അല്ലെ? ദേശത്തെ നശിപ്പിക്കാതെ വേണം. അപ്പൊ ദൈവം എന്താണ് ആ ദേശത്തെ കുറിച്ച് ഉദ്ദേശിച്ചത്? നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക തവണ വാണിങ്ങുകൾ കൊടുത്ത്, അനേക തവണ അവർക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരങ്ങൾ കൊടുത്ത്, പിന്നെ അവസരങ്ങൾ കൊടുത്ത്, അവസരങ്ങളെല്ലാം പാഴാക്കി കഴിയുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? ആ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അവർ തെറ്റിയുന്നവാട് നശിപ്പിക്കുന്ന പോലെയല്ല. അങ്ങനെ ഒരു ഉഗ്രകോപിയോ മുൻകോപിയോ ഒന്നും അല്ല നമ്മുടെ ദൈവം. എന്നാൽ അവസാനത്തെ അവസരവും അവരെന്ത് ചെയ്യുകയാണ്? എത്ര അവസരം കൊടുത്താലും അവര് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസരങ്ങളെ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന നഗരത്തെ, ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാലും ദൈവം നോക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സമയത്തും അവിടെ ഒരാൾ ഇടിവിൽ നിൽക്കുവാൻ വേണ്ടി ഉണ്ടോ? കണ്ടോ? ദൈവത്തിന് ആ പട്ടണത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ആഗ്രഹവുമില്ല. അപ്പൊ ഒരു പട്ടണത്തെ നശിപ്പിക്കുന്നതിലോ, ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിലോ, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിലോ സന്തോഷം കണ്ടെത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ഒരു സമയത്തെങ്കിലും ഒരു ഇടിവിൽ നിന്ന് ആ പട്ടണത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ആ പട്ടണത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ പട്ടണത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. നമ്മൾ പഴയ മുതൽ നോക്കുകയാണെങ്കിൽ ദൈവം നശിപ്പിച്ച പട്ടണത്തെ നശിപ്പിച്ചതൊക്കെ നമുക്കറിയാം, അല്ലെ? പട്ടണത്തെ അല്ല, ലോകം മുഴുവൻ നശിപ്പിച്ച ചരിത്രം നമുക്ക് ബൈബിളിൽ അറിയാവുന്നതാണ്, അല്ലെ? ഒരു പ്രളയം വന്നിട്ട് എന്ത് ചെയ്തു? ലോകം മുഴുവൻ നശിച്ചു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ദൈവം കൊടുത്തിരിക്കുന്ന അവസരങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ അത് വലിയൊരു നാശത്തിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്ന് നമ്മൾ നോക്കുന്ന പല വിശ്വാസ രീതികൾ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള മതങ്ങൾ, ഈ മതങ്ങളിലെല്ലാം ചില കാര്യങ്ങൾ ഒരേപോലെ
പോകുന്നുണ്ടാവും അല്ലെ. എല്ലാ മതങ്ങളിലും ചില കാര്യങ്ങൾ ഒരേപോലെയൊക്കെ പറയുന്നുണ്ടാവും. ഇപ്പം ജലപ്രളയത്തെ കുറിച്ച് പറയുന്ന ഒരു സ്ഥിതി തന്നെ അത് നമ്മുടെ ബൈബിളിലും ഉണ്ട്. തീർച്ചയായിട്ടും മറ്റു പല മതങ്ങളിലും ഇതേ സംഭവം തന്നെ വിവരിച്ചിട്ടുണ്ട്. ഇനി ഹൈന്ദവരുടെ പുരാണങ്ങളിൽ വരെ മനുസ്മൃതി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ മനുസ്മൃതി എന്ന് പറയുന്ന അതിന്റെ സ്റ്റോറി തന്നെ ഈ മനു എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രളയം വന്നപ്പോൾ വലിയൊരു പെട്ടകം ഉണ്ടാക്കിയ ഒരു കഥയാണത്. അപ്പം ശരിക്കും പറഞ്ഞാല് മത്സ്യം, അതായത് മത്സ്യാവതാരം വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് പറയും നീ ഒരു കപ്പൽ ഉണ്ടാക്കണം എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാണ് മനു വലിയൊരു കപ്പൽ ഉണ്ടാക്കി എല്ലാ ജീവജാലങ്ങളുടെയും അതിന്റെ ജോഡിയെ പിടിച്ച് കപ്പലിനകത്ത് കയറി അങ്ങനെ രക്ഷപ്പെടുന്ന ഒരു കഥയാണ് മനുസ്മൃതിയിലും പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെയാ ഈ കഥ കിട്ടിയത്? അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ സംഭവത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായത് ആരിൽ നിന്നാണ്? കോമൺ പേരന്റിൽ നിന്നാണ് അല്ലെ. അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു മാതാപിതാക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഓറൽ ട്രഡീഷൻ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ജലപ്രളയത്തിന് ശേഷമുള്ള കാര്യം നോക്കുകയാണെങ്കിലും ഈ ലോകത്തിലുള്ള എല്ലാവരും ഉണ്ടായത് ഒരു ഒറ്റ കുടുംബത്തിൽ നിന്നല്ലേ അല്ലെ. ഒറ്റ കുടുംബത്തിൽ നിന്നാണ്. ആരുടെ കുടുംബത്തിൽ നിന്നാണ്? നോഹയുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലെ. അപ്പൊ നോഹ വളരെ വിശ്വസ്തനായിരിക്കുന്ന വ്യക്തിയാണ്, വളരെ ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നാണ് ഇന്നുള്ള ലോകത്തിലെ ഓരോ വ്യക്തികളും ആയിരിക്കുന്നത്. പലപ്പോഴും ലോകത്തിന്റെ പോക്കും ആളുകളുടെ സ്വഭാവവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. ഇവരൊക്കെ ഈ വിശ്വാസികളുടെ അല്ലെ, അന്ന് അത്രമാത്രം ദുഷ്ടതയുള്ള ലോകത്തിൽ ഒരാൾ പോലും വിശ്വസ്തരായിട്ട് ജീവിക്കുന്ന സമയത്ത് ഏറ്റവും വിശ്വസ്തനായിട്ട് ജീവിച്ച വ്യക്തിയാണ് ആര്? നോഹയുടെ കുടുംബവും വിശ്വസ്തരായിരിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. ആ മക്കളും വിശ്വസ്തരായിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പിന്നീട് എന്തായി തീർന്നു? ഇത്രമാത്രം ദൈവത്തിന് വിരോധികളായി തീർന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യത മനുഷ്യർക്ക് എപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ഓർക്കും, ഞാൻ ആദ്യ പിതാവായിട്ട് ആദമ ഹവ്വയൊക്കെ ആയിട്ട് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഓർക്കും. പക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്. ഒരു ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴും പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കയറുന്ന അങ്ങനെയുള്ള ആൾക്കാരാ. രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്ന ആളുകളാണ്, മുദ്രയൊന്നും ഏൽക്കാത്ത വിശുദ്ധന്മാരായിരിക്കുന്ന ആളുകളാണ് 1000 ആണ്ട് വാഴ്ചയിൽ കയറുന്നത്. പക്ഷെ 1000 ആണ്ട് വാഴ്ച അവസാനിക്കുന്നത് എങ്ങനെയാ? ഗോഗും മഗോഗും എന്ന് പറഞ്ഞ വലിയൊരു യുദ്ധത്തിൽ 2 വലിയ ടീമായിട്ട് ആര് നിൽക്കുക? ആളുകൾ ദൈവത്തിനെതിരായിട്ട് പിശാചിന്റെ കൂടെ നിൽക്കുകയാണ്. വലിയ സമയം എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തത്ര ആളുകൾ നിൽക്കുകയാണ്. ഇവരൊക്കെ ആരുടെ മക്കളായിരുന്നു? ഈ വിശ്വാസികളായിരിക്കുന്ന ആൾക്കാരുടെ മക്കളായിരുന്നു 1000 ആണ്ട് വാഴ്ചയിലോട്ട് കയറിയ. അപ്പോ തീർച്ചയായിട്ടും വിശ്വാസികളുടെ മക്കള് അവിശ്വാസികളാകാൻ വേണ്ടിയുള്ള സാധ്യത നല്ല രീതിയിൽ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ണടച്ച് അങ്ങനെ വിടാൻ വേണ്ടി പറ്റുകയില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾ നോക്കി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ അപകടമാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ പിന്നെ അത് നോക്കി നമ്മൾ ദുഃഖിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുക, നമ്മൾ ഇന്ന് എങ്ങനെയാണ് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം ദൈവം ലോകത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട്, ഒരു പട്ടണത്തെ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെ. സോദോം ഗൊമോറ 2 പട്ടണങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ചാവുകടൽ എന്ന് പറയുന്നത് ഒരു അത്ഭുത ഒരു പ്രതിഭാസമായിട്ട് അവിടെ ഇരിക്കുകയാണ് അല്ലെ. അവർ പറയുന്നത് അവിടുത്തെ സൾഫറിന്റെ കാഠിന്യം കൊണ്ട് എന്താണ്, ഒരു വസ്തു അങ്ങ് താഴോട്ട് പോകത്തില്ല. അത്രയ്ക്ക് കട്ടിയിലാണ് അതിന്റെ സൾഫറിന്റെ ആ ഒരു അളവുള്ളത്. മാത്രമല്ല ഒരു ജീവികൾക്ക് പോലും അതിനകത്ത് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അതിന്റെ പേര് തന്നെ എന്താണ്? ചാവുകടൽ, ഡെഡ് സീ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോ അങ്ങനെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് എന്താണ്? എന്തോ പണ്ടുകാലത്ത് സംഭവിച്ചു. അതെന്താണെന്ന് നമുക്കറിയാം വളരെ വ്യക്തമായിട്ട്. അപ്പൊ ദൈവം പട്ടണത്തെ ന്യായം വിധിക്കും, ദൈവം ലോകത്തെ ന്യായം വിധിക്കും, ദൈവം ന്യായം വിധിക്കുന്നവരാണ്. എന്നാൽ ദൈവം ന്യായം വിധിക്കുമ്പോഴും ദൈവം നോക്കുന്ന ഒരു കാര്യം, അതിന്റെ ഇടിവിൽ നിൽക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ? അപ്പം കഴിഞ്ഞ കാലങ്ങളിലും ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്, ഭാവിയിലും ദൈവം ന്യായം വിധിക്കാൻ വേണ്ടി പോവുകയാണ്. പത്രോസിന്റെ ലേഖനമൊക്കെ നമ്മൾ നോക്കുമ്പോൾ പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഇന്നുള്ള ഈ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന മൂലപദാർത്ഥങ്ങൾ കത്തി അമരും, വെന്ത് ഉരുകും എന്ന് പറയുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇത് തന്നെ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാലും ദൈവം അനേക അവസരങ്ങളാണ് അവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ആളുകൾക്ക് രക്ഷിക്കപ്പെടാൻ വേണ്ടി. ദൈവം അങ്ങനെയുള്ള ആളുകളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളോടുള്ള ചോദ്യം എന്നുള്ളത്, നമ്മൾ എങ്ങനെയാണ് കർത്താവിന്റെ മക്കളായിട്ട് ഇവിടെ ജീവിക്കുന്നത്? നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ ആ നിലയിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണെങ്കിൽ, നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും അല്ലെ? നമ്മളെ കുറിച്ച് നമ്മൾ തന്നെയാണ് പറയുന്നത്, വേറെ ആരും പറയാൻ വേണ്ടി പോകുന്നില്ല. ദൈവം നമ്മളെ കുറിച്ച് പറയുന്നില്ല ഒരു നിമിഷത്തേന്, അല്ലെങ്കിൽ വേറൊരു സഹോദരൻ നമ്മളെ കുറിച്ച് പറയുന്നില്ല. നമ്മളെ ദൈവം രക്ഷിച്ചത് അതിനുശേഷമുള്ള നമ്മുടെ ജീവിതം തന്നെ എടുത്ത് നമ്മൾ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് എന്റെ ക്രിസ്തീയത മുന്നോട്ട് നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്, കർത്താവ് എന്നെ രക്ഷിച്ചതിന് പകരമായിട്ട് ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതം ആത്മാർത്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിരിക്കുന്ന ഒരു ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എത്രമാത്രം നമ്മൾ കർത്താവിനോട് വിശ്വസ്തയോടാണ് ഇന്നായിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്.
ദൈവത്തിന്റെ കൃപ എന്നുള്ളത്, ദൈവത്തിന്റെ കൃപയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയും ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലായിട്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താ, സെക്കൻഡ് ചാൻസും അല്ല, തേർഡ് ചാൻസും അല്ല, ശരിക്കും പറഞ്ഞാൽ എത്ര ചാൻസസ് ദൈവം തരുന്നത് അല്ലേ. ഒരു പക്ഷെ ദൈവം പറയാണ് നിങ്ങൾക്ക് 7 ചാൻസേ ഉള്ളെന്ന് പറഞ്ഞാലും അല്ലെ, ഒരു പക്ഷെ 70 ചാൻസ് എന്ന് പറഞ്ഞാലും നമ്മളൊന്നും ഇവിടെ ഒരു പക്ഷെ ഇരിക്കേണ്ടവരൊന്നും അല്ല. അപ്പൊ ദൈവം അത്രമാത്രം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നോണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോന്നവരാണ്, ദൈവത്തിന്റെ ഹിതം അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാലും നമ്മൾ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കാൻ സന്നദ്ധനായിട്ട് അവിടെയുണ്ട്, നമ്മളെ വഴി നടത്താൻ വേണ്ടി അവിടെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവം മനോഹരമായിട്ട് നമ്മളെ നടത്തുന്നു എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ്. അപ്പം ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു ഉണ്ട്. ദൈവം സർവശക്തനാണ്. ദൈവത്തിന് സ്വന്തമായിട്ട് എന്ത് കാര്യവും ചെയ്യാൻ വേണ്ടി സാധിക്കും. ദൈവത്തിന് നമ്മുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളുടെ പ്രവൃത്തികളെ അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല ദൈവത്തിന്റെ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഒരു മഹത്വം എന്നുള്ളത് ദൈവം അതില് ആ ഒരു പരിപാടിയിൽ നമ്മളെയും കൂടെ ഭാവക്കളാക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു കൃപയാണത്. ശരിക്കും പറഞ്ഞാല് അതിൽ നമുക്ക് അഹങ്കരിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, താഴ്മയുള്ളവരായിട്ട് ദൈവത്തിന് നന്ദി പറയേണ്ടത് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഫറവോനെ കുറിച്ച് നോക്കിയേ, ഫറവോൻ എത്ര മസിൽ പിടിച്ചെന്ന് പറഞ്ഞാലും ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ അവിടെ നടക്കും. എന്നാലും ഫറവോനും എന്ത് ചെയ്തു, ദൈവം മാനസാന്തരപ്പെടാൻ ധാരാളം അവസരങ്ങൾ അവിടെ കൊടുത്തായിരുന്നു, പക്ഷെ താനത് ഉപയോഗിച്ചില്ല. അപ്പൊ അങ്ങനെ ദൈവം നോക്കിയാണെങ്കിൽ, ദൈവത്തെ കുറിച്ച് നോക്കിയാണെങ്കിൽ ദൈവം എവിടെ പ്രവർത്തിച്ചാലും മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ധാരാളം അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ദൈവം പ്രത്യേകിച്ച് നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് നമ്മൾ ദൈവിക പദ്ധതികളിൽ ഇൻവോൾവ് ആകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, ഇടിവിൽ നിൽക്കുക എന്നുള്ള വാക്യം നമ്മൾ ഇപ്പോഴും വായിച്ച വാക്യത്തില്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി ഈ നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തികളെയാണ് ദൈവം അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആ ഒരു ആത്മഭാരം നമുക്കുണ്ടോ എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരിൽ കേവലം സന്തോഷിക്കുക എന്നുള്ളത് ഒരു ഭാഗമാണ്. എന്നാൽ ഇതുപോലെ തന്നെ രക്ഷിക്കപ്പെടാതെ നശിച്ചു പോകുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ആത്മഭാരവും നമുക്ക് ആത്മാർത്ഥമായിട്ട് വേണ്ടത് ആവശ്യമാണ്. ചില സഭകളിലൊക്കെ ചില വ്യക്തികളെ കുറിച്ചൊക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ നിഷ്പക്ഷമായിട്ട് അവരെ അങ്ങ് ശിക്ഷിക്കാൻ വേണ്ടിയൊക്കെ വ്യഗ്രത എടുക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരുപക്ഷെ അവരെ ആ ഒരു നാശത്തിൽ നിന്ന്, ആ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, അവർക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കരുണ കാണിക്കാൻ വേണ്ടി മനസ്സ് കൊടുക്കുന്ന ആളുകൾ വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. കാരണം എന്താണ്, പലപ്പോഴും അവരുടെ സ്ഥിതി അവർ പലപ്പോഴും ഓർക്കാറില്ല എന്നുള്ളത് വളരെ ദയനീയകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അവരെ ദൈവം എങ്ങനെയാണ് രക്ഷിച്ചത്? ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ് അല്ലെ. യഹൂദന്മാരുടെയും പ്രശ്നം ഇത് തന്നെയായിരുന്നു അല്ലെ. നമുക്കറിയാം, നിനവെ പട്ടണമൊക്കെ നശിപ്പിക്കാൻ വേണ്ടി യോനയെ വിട്ട സമയത്ത് യോനയോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ്, നമുക്ക് ആ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. യോനയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായം ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗം എവിടെയാണ്? 8-ാമത്തെ വാക്യം. നിന്റെ തൊഴിലെന്ത്? ഫസ്റ്റ് ചോദ്യമാണ്, നിന്റെ തൊഴിലെന്ത്. 2, നീ എവിടെ നിന്ന് വരുന്നു. 2, നിന്റെ നാട് ഏത്, നീ ഏത് ജാതിക്കാരൻ. അപ്പൊ 4 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു. ഏറ്റവും ആദ്യത്തെ ചോദ്യം നിന്റെ തൊഴിലാണ്. ഇനി യോന ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? ഞാനൊരു എബ്രായൻ. അത് എത്രാമത്തെ ചോദ്യമാ? 4-ാമത്തെ ചോദ്യം അല്ലെ. 4 ചോദ്യങ്ങൾ അവിടെ ഓർഡർ ഇട്ട് ചോദിച്ചിട്ട് യോന 1-ാമത്തെ ചോദ്യത്തിൽ നല്ല ഉത്തരം തുടങ്ങുന്നത്. യോന ആൻസർ പറയുന്നത് എത്രാമത്തെ ചോദ്യത്തിൽ നിന്നാ? 4-ാമത്തെ ചോദ്യത്തിൽ എന്ന് പറഞ്ഞാൽ യോനയ്ക്ക് തൊഴിലിനേക്കാളും വലിയ കാര്യം എന്താണ്? യോന പ്രവാചകനാ. പ്രവാചകൻ എന്നുള്ള നിലയിൽ തനിക്കൊരു ഭാരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നശിച്ചുപോയ ജനത്തെ ഓർത്ത്. പക്ഷെ യോനയ്ക്ക് അതൊന്നും അല്ല ചിന്ത. ഞാൻ എബ്രായനാണെന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ യോനയ്ക്ക് അഹങ്കാരം. അതല്ലാതെ താൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് വേറൊരു നിലയിലൊന്നും വലിയ അഭിപ്രായമൊന്നുമില്ല. അപ്പൊ തന്റെ മിഷനേക്കാളും കൂടുതലായിട്ട് താനൊരു എബ്രായനാണെന്നുള്ളതിൽ അഹങ്കരിക്കുകയാണ് യോന ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യോന ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും ആദ്യത്തെ എബ്രായൻ ആരായിരുന്നു? ഒരു ജാതീയനായിരുന്നു. അത് പലപ്പോഴും യോന മറന്നു പോകുന്ന കാര്യമാണ്. യോന ചിന്തിക്കുന്നത് അങ്ങനെ എബ്രായ ആൾക്കാരെ നേരിട്ട് സ്വർഗത്തിനെ അങ്ങനെ ഉണ്ടാക്കി വിട്ടു, അങ്ങനെയല്ലോ. ജാതീയനായിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് വിളിച്ച് വേർതിരിച്ച് യഹൂദന്മാരാക്കി ദൈവം വേർതിരിച്ചെടുത്തത്. അത് യോന ഇവിടെ മറന്നു പോവുകയാണ്. ഞാനൊരു എബ്രായനാണെന്ന് പറഞ്ഞ് വളരെ അഹങ്കരിക്കുവാണ്. ഒരുപക്ഷെ യോനയ്ക്ക് ശരിയായിട്ടുള്ള ഉത്തരം കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ബൈബിളിൽ ഒരു ചോദ്യം കൊണ്ട് നിർത്തിയ ഒരൊറ്റ പുസ്തകവും ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ അല്ലെ. വേറെ ഏതെങ്കിലും പുസ്തകം ചോദ്യത്തിൽ നിൽക്കുന്നുണ്ടോ? ഇല്ല. ബൈബിളിലെ ചോദ്യം ചോദിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഒറ്റ പുസ്തകം എന്നുള്ളത് യോനയുടെ പുസ്തകമാണ്. ആ ചോദ്യം വളരെ മനോഹരമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് വായിക്കാം. അവിടെ ചോദ്യം ചോദിക്കുന്നത് എന്താണ്?
വലക്കയും ഇടക്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ നശിച്ചു പോകുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ഭാരം നിനക്ക് ഇല്ലാതെ പോയല്ലോ എന്നാണ് ദൈവം ചോദിക്കുന്ന ഒരു കാര്യം. നിന്നെ ഞാൻ ഇങ്ങനെ രക്ഷിച്ചു, കാരണം നീയും നശിച്ചു പോകേണ്ടവനാണ്, നീയും സ്വർഗത്തിൽ പോകാൻ വേണ്ടി യാതൊരു യോഗ്യതകളും ഇല്ലാത്തവനാണ്. എന്നാൽ നിന്നെ എന്ത് ചെയ്തു? നിന്നെയും രക്ഷിച്ചു, നിന്റെ ജനത്തെയും ഞാൻ രക്ഷിച്ചു. പക്ഷെ ഈ നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ച് നിനക്കൊരു ഭാരം ഇല്ലാതായിപ്പോയി. ആ ഭാരം എനിക്കുണ്ട് എന്നുള്ളതാണ് ദൈവം വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മളെ ദൈവം ഇന്ന് ആക്കിയിരിക്കുന്നത്, ഇവിടെ നമ്മളെ രക്ഷിച്ചാക്കിയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് നന്ദി പറയണം. നമ്മളെല്ലാം ആ നിലയിൽ നന്ദിയുള്ളവരാണ്. എന്നാൽ അതിന്റെ കൂടെ എന്തും കൂടെ വേണം. നശിച്ചു പോകുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ആത്മഭാരം നമുക്ക് വരേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ പാവത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിട്ട് അതിനെ വേർതിരിച്ച് പറയും. സിൻ ഓഫ് കമ്മീഷൻ, സിൻ ഓഫ് ഒമിഷൻ. അതായത് ചെയ്യുന്ന പാപം. ഇനി ചില പാവങ്ങൾ എന്താണ്, ചെയ്യാതിരുന്നാലും പാവമാണ്. അങ്ങനെയാണല്ലോ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, അല്ലെ? യാക്കോബിന്റെ ലേഖനത്തിൽ 4:17 എന്താണ് പറയുന്നത്? യാക്കോബ് 4:17 ഒന്ന് പെട്ടെന്ന് വായിച്ചോ. അപ്പം എങ്ങനെയും പാവമുണ്ട്. ഒരു കാര്യം നമുക്ക് ശരിയായത് ചെയ്യാൻ വേണ്ടി അറിയാം, ഇന്നതാണ് ശരിയെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇനി അത് ചെയ്യാതെ ഇരിക്കുന്നതും അത് പാവമാണ് എന്നുള്ളത് വളരെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഇന്ത്യൻ ആറ്റിനെ കുറിച്ച് ഇങ്ങനെ പറയും, ഈ ഫോറിൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെയാണ്, ഇനി വേറൊരാൾക്ക് ചെയ്യാമെങ്കിൽ ആ കാര്യം എനിക്കും ചെയ്യാം എന്നാണ് ഫോറിൻ കൺട്രീസിലേക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്നാണ് പൊതുവെ പറഞ്ഞത്. ഇഫ് സംവൺ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. അപ്പൊ അതാണ് പൊതുവെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ അവർ അതുകൊണ്ട് എന്ത് ചെയ്യും? ട്രൈ ചെയ്യും. പക്ഷെ ഒരു ഇന്ത്യൻ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയുമോ? ഇഫ് സംവൺ ക്യാൻ ഡു ഇറ്റ്, ലെറ്റ് ഹിം ഡു ഇറ്റ്. വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യട്ടെ, അവർ ചെയ്തോട്ടെ, പിന്നെ ഞാനും കൂടി എന്തിനാ അതിനകത്ത് പോയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്നുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മളെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ വളരെ അധികമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം സഭയിൽ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമുണ്ട്, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, പക്ഷെ ഇന്നയാള് ചെയ്തോളൂ. കാരണം നമ്മുടെ മനസ്സന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, കുറച്ച് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇദ്ദേഹം ഉണ്ടല്ലോ, ഇദ്ദേഹമാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അവര് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ, അല്ലെ? നമ്മൾ കഷ്ടപ്പെട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇനിയിപ്പോ നമ്മളെങ്ങാനും ചെയ്താൽ പുള്ളിക്ക് വിഷമം വരുമോ, അല്ലെ? അവർക്ക് വിഷമം വരും, അവരുടെ പദവിയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്, അല്ലെ? അങ്ങനെയൊക്കെ ചോദിച്ച് എന്ത് ചെയ്യാണ്, നമ്മൾ പരമാവധി അങ്ങ് അതിനകത്തോട്ട് ഇറങ്ങിപ്പോകാറില്ല. പക്ഷെ ദൈവം പറയുന്ന മുൻവിധികളില്ലാതെ നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കാര്യം ശരിയാണെന്ന് ചെയ്യണം എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്ന എന്താണ്, ദാറ്റ് ഈസ് സിൻ ഓഫ് ഒമിഷൻ. ആ ചെയ്യാതിരിക്കുന്ന ഒരു പാവമാണ്. അപ്പൊ നമ്മള് ദൈവം ചെയ്യലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, ദൈവം നമ്മളിൽ നിന്ന് മനസ്സിൽ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അത് ചെയ്യാതിരിക്കുന്നതും തെറ്റായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ സിൻ ഓഫ് ഒമിഷനിൽപ്പെട്ട ഒരു കാര്യമാണ് ആത്മഭാരം ഇല്ലാതിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ഭാരമില്ലാത്തത്, രക്ഷിക്കപ്പെടാത്ത ആളുകളെ കുറിച്ച്, നശിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഭാരമില്ലാത്തത്. ഇനി വിശ്വാസമുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അത് തടഞ്ഞു വെക്കുന്നത് എന്താണ്, ദാറ്റ്സ് ഓൾസോ സിൻ ഓഫ് ഒമിഷൻ. അപ്പം നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ ഇടിവിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ്. ആ ഒരു സ്ഥാനത്ത് നമ്മൾ നിൽക്കാൻ വേണ്ടി തയ്യാറാണോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് വിചിന്തനം ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മാനസാന്തരം എന്ന് പറയുന്നത് എന്താ? ശരിക്കും പറഞ്ഞാൽ മാനസാന്തരം എന്ന് പറഞ്ഞാല് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണ്, അല്ലെ? നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ തിരിഞ്ഞ് പറയുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന്റെ ഗതിയിൽ കൂടി അല്ല ഇനി നമ്മൾ പോകേണ്ടത്. നമുക്കൊരു ക്രിസ്തീയ പെർസ്പെക്റ്റീവ് വരേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, കാരണം ഈ ഇടിവിൽ നിൽക്കുന്ന മനുഷ്യന്റെ യോഗ്യതകളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് എന്താണ്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യം, അല്ലെ? കാരണം എന്താ എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, പ്രത്യേക സ്ഥലവും വേണ്ട, അല്ലെ? പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും വേണ്ട. പ്രാർത്ഥിക്കാം, എവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെ ഇത്രയും എളുപ്പമുള്ള കാര്യമാണെങ്കിൽ ശരിക്കും പറഞ്ഞത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും ആണ്, അല്ലെ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിനുവേണ്ടി ഒരു വില്ലിംഗ് ഹാർട്ട് വേണം, ഒരു മനസ്സ് വേണം എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കൊരു ആത്മഭാരം ഇല്ലാതെ, നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുന്നതിൽ ഒരു സന്തോഷം ഇല്ലാതെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി, സമയം ചെലവഴിക്കാൻ വേണ്ടി സാധിക്കുക? അപ്പൊ അതിനുവേണ്ടി ഒരു സമയം ചെലവഴിക്കുക എന്നുള്ളത് ആ ആത്മാവിൽ ഉള്ളവർക്കും, അത് ആ ഒരു ദൈവസാന്നിധ്യം അതിൽ ആസ്വാദനം കണ്ടെത്തുന്നവർക്കും അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യവും
ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഭയുടെ പശ്ചാത്തലത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നല്ല ട്രെയിനിങ് ഒക്കെ ലഭിക്കുന്ന ആളുകൾ അല്ലെ. നമുക്ക് പ്രെയർ മീറ്റിങ്ങുകൾ ഉണ്ട് എല്ലാ ആഴ്ചയിലും. പ്രെയർ മീറ്റിങ്ങുകളിൽ നമുക്ക് രണ്ടായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ആളുകൾ 15 മിനിറ്റ് ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് ഈ സഭയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിന് മാത്രമേ ഈ 15 മിനിറ്റ് പ്രാർത്ഥനയുള്ളെങ്കിൽ ഒരു കഷ്ടമല്ലേ അല്ലേ. നമ്മളുടെ പബ്ലിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രൈവറ്റ് ലൈഫിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. അപ്പൊ നമ്മൾ ഇവിടെ 15 മിനിറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥന എത്രമാത്രം കൂടുതലായിരിക്കണം. അതില്ലെങ്കിലോ ഇവിടെ മാത്രമേ 15 മിനിറ്റ് ഉള്ളെങ്കിൽ അപ്പൊ അത് ഒരു ശരിയായിരിക്കുന്ന പരിപാടി അല്ല. അപ്പൊ ഇവിടെ 15 മിനിറ്റ് കുറയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത് അല്ലെ. ഇനി വ്യക്തിപരമായിട്ട് എനിക്ക് പ്രാർത്ഥന കുറവ്, അതുകൊണ്ട് ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ ഒരു നിലപാടല്ല എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ 15 മിനിറ്റ് പ്രാർത്ഥിക്കണം. പിന്നെ എന്ത് ചെയ്യണം? വ്യക്തിപരമായിരിക്കുന്ന നിലയിലുള്ള പ്രാർത്ഥന നമ്മൾ കുറച്ചും കൂടി ഉത്സാഹിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാകുമ്പം അതിനോടൊരു ഭാരവും അതിനോടൊരു ആഗ്രഹവും ഒരു സന്തോഷവും ലഭിക്കും. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും, കർത്താവിനോട് അടുത്ത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പല വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി മറന്നു പോകുന്നതിന്റെ കാരണം എന്നുള്ളത് ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. മറവി എന്നുള്ളത് നമ്മുടെ എല്ലാം മനുഷ്യ സഹജമാണ് മറവി എന്നുള്ളത് അല്ലെ. മറവി നമ്മൾ മറക്കണം എന്ന് ഓർക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് മറക്കണം എന്ന് ഓർത്ത് വയ്ക്കേ, അത് മറക്കൂല. ഇനി മറക്കാൻ പാടില്ലാത്ത കാര്യം എല്ലാം എന്ത് ചെയ്യും? അത് മറന്നുകൊണ്ടിരിക്കും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. അപ്പൊ ഇത് നേരെ തിരിച്ചറിഞ്ഞെങ്കിൽ ഒത്തിരി ഗുണമുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇങ്ങനെയല്ല കാര്യങ്ങൾ അല്ലെ. അപ്പൊ മറക്കണം എന്ന് ഓർക്കുന്ന കാര്യങ്ങൾ മറക്കൂല. മറക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഈസി ആയിട്ടങ്ങ് മറന്നു പോവുകയും ചെയ്യും അല്ലെ. അപ്പൊ ഞാൻ എന്റെ പ്രശ്നം എന്നുള്ളത് പേര് മറന്നു പോകും പലപ്പോഴും. ഈ പിള്ളേരൊക്കെ ഒത്തിരി ക്ലാസ്സിലൊക്കെ ഇപ്പൊ ഓരോ പിള്ളേരും ഇപ്പൊ കുറച്ച് ഗ്രാജുവേറ്റ് ചെയ്ത പിള്ളേരുടെ ഇവരൊക്കെ വരുമ്പോൾ സാറ് എന്നെ പഠിപ്പിച്ച ഇന്ന വർഷം പഠിപ്പിച്ച സാറിന് എന്നെ പേര് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇവർ ഇത്ര അടുത്ത ക്ലോസ് ആയിട്ട് പറയുമ്പോൾ ഇവരെ എങ്ങനെ നമ്മൾ പറയുക ഇവരുടെ പേര് ഓർക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ മൊത്തത്തില് വിഷമത്തിലായിട്ട് നമ്മൾ പറയും, കൊള്ളാലോ നീ ഇപ്പൊ നല്ല പൊസിഷൻ എത്തിയല്ലോ, ഓക്കെ നിന്റെ ഇമെയിൽ ഐ ഡി തന്നേക്കെന്ന് പറഞ്ഞ്. അപ്പൊ അത് മിക്കവാറും ഇമെയിൽ ഐ ഡിയിൽ കാര്യം വെക്കും. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും ആരാണെന്നുള്ളത്. ചില ഇമെയിൽ ഐ ഡി ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഒരുത്തിന്റെ ഇമെയിൽ ഐ ഡി ടോക്സിക് ഷുഗറി. ഇപ്പൊ ഇങ്ങനത്തെ ഇമെയിൽ ഐ ഡി ഇട്ടാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അല്ലെ. പണ്ടത്തെ ഇമെയിൽ ഐ ഡി ട്രഡീഷണൽ ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് ഇമെയിൽ ഐ ഡിയിൽ വർക്ക് ആകത്തില്ല ചിലപ്പം. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ കൊടുത്തിട്ട് പറയും നിന്റെ നമ്പറൊക്കെ സേവ് ചെയ്തേക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ കൂടെ സേവ് ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇവരുടെ പേരൊക്കെ ഒന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഈ ഓർമ്മ എന്നുള്ളത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്നുള്ളത്, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ഒരു ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു പ്രെയർ ബുക്ക് എന്നുള്ളത് ഒരു ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ പ്രെയർ ബുക്ക് ഇല്ലാത്തവര് വലിയ തെറ്റ് ചെയ്തെന്നല്ല പറഞ്ഞ്, അതൊരു നല്ലൊരു ഹാബിറ്റായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഉദ്ദേശം എന്നുള്ളത്, നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതുവാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അത് തിരിഞ്ഞു പോയിക്കോ, നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉത്തരം തന്നു കാണും. അത് ദൈവത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കും എന്നുള്ളതാണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ക്വയറ്റ് ടൈമിന് വേണ്ടി ഒരു ബുക്ക് വേണം അല്ലെ. ക്വയറ്റ് ടൈമിന് വേണ്ടി ഒരു ബുക്ക് വേണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ബുക്ക് വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം. കാരണം ബുക്ക് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ഉള്ള കാര്യമാണ്. ദൈവം നമ്മുടെ പേരൊക്കെ ഓർത്തിരിക്കുന്നതിന് ബുക്ക് തന്നെയല്ലേ ബൈബിൾ പറഞ്ഞത് അല്ലെ. ജീവന്റെ പുസ്തകം സ്വർഗത്തിൽ തുറന്നു പറഞ്ഞു അല്ലെ. ജീവന്റെ പുസ്തകം തുറന്നു, അതിൽ എഴുതിയിരിക്കുന്നവരുടെ. അപ്പൊ ദൈവത്തിന് എന്തിനാ ഈ ബുക്കൊക്കെ? അപ്പൊ അവിടെ പറയുന്നൊരു കാര്യം, ദൈവത്തിന്റെ മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഭദ്രമാണ്. അപ്പൊ നമ്മുടെ ഭാഷയിൽ പറയാണ്. കാരണം നമ്മൾ ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബുക്ക് വേണം. അപ്പൊ മനുഷ്യരുടെ ഭാഷയിൽ പറയുന്നതുകൊണ്ടാണ് ഈ ബുക്ക് എന്നൊക്കെയുള്ള വാക്ക് അവിടെ വന്നത്. അല്ലാതെ ഓരോരുത്തരുടെയും പേര് അവിടെ ബുക്ക് തുറന്നിട്ട് എഴുതുവാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കുക. അപ്പൊ നമ്മളോട് പറയുന്ന ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓർക്കണമെങ്കിൽ എന്ത് വേണം? ബുക്കിൽ എഴുതിയാലേ കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു മനസ്സ് വേണം എന്നുള്ളത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആ ഒരു ബേർഡൻ ആവശ്യമാണ്. ബേർഡൻ ഇല്ലാത്തവർക്ക്, ഒരു ആത്മഭാരം ഇല്ലാത്തവർക്ക് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി എന്നുള്ളത്, ഇപ്പോ നമ്മുടെ സഭയിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്ന് ഓർക്കുക, ആ വിഷയം നമ്മുടെ വിഷയമായിട്ട് നമ്മൾ എടുത്തെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സഹോദരൻ ബലഹീനനാണെങ്കിൽ, ഒരു സഭയിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥിക്കേണ്ട അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ടെങ്കിൽ അത് നമ്മുടെ വിഷയമായിട്ട് നമ്മൾ എടുത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് പേര് ഞങ്ങളുടെ സഭയിൽ വന്നുകൂടിയിട്ടുണ്ടല്ലോ കർത്താവേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ. ഇങ്ങനെ സഭ മര്യാദയ്ക്ക് പോകുന്നതായിരുന്നു, എന്നാൽ ഇന്ന ആൾക്കാർ വന്നപ്പോൾ തൊട്ട് സഭയില് അങ്ങനെയല്ല. എന്നാൽ നെഹമ്യാവൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഞങ്ങളുടെ പിതാക്കന്മാര് പാപം ചെയ്തു, ഞങ്ങൾ അങ്ങയോട് പാവം ചെയ്യും. യെശയ്യാവൊക്കെ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പൊ യെശയ്യാവ് ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു? അശുദ്ധ വായുള്ള അല്ലെ, അങ്ങനെയുള്ള അതരമുള്ള മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. എന്നാൽ ദൈവത്തിന്റെ വെളിപ്പാട് വന്നതിന് ശേഷമോ, അയ്യോ ഞാൻ
അരിഷ്ട മനുഷ്യൻ. കാരണം നമ്മൾ മറ്റുള്ളവരുടെ നമ്മുടെ കൂടെയുള്ള ആളുകളോട് കൂടെ നമ്മൾ ഒന്നിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പരാജയപ്പെട്ടു പോയി, ദൈവപ്രകാരം അല്ല ഞങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത്, ഞങ്ങളെ സഹായിക്കണേ. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ ആത്മഭാരത്തോടുള്ള പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. സിമ്പതിന്നും എമ്പതിന്നും രണ്ട് വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ, സിമ്പതി എമ്പതി അല്ലേ. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ പാവം, അങ്ങനെ ആയിപ്പോയല്ലോ അല്ലെ, കഷ്ടം അല്ലെ. അപ്പൊ അതാണ് നമുക്കൊരു സിമ്പതി. എമ്പതി എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവരുടെ സ്ഥിതിയാണ് എമ്പതി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ പറ്റിപ്പോയത് ആർക്കാണ്? നമ്മുടെ വീട്ടിലുള്ളവരാർക്കാണ്. അപ്പം തന്നെ എമ്പതി വരും എന്ന് പറഞ്ഞാൽ നമ്മളും ആ ഭാഗത്തിലോട്ട് അങ്ങ് ഇൻവോൾവ് ആകും. അപ്പൊ മറ്റുള്ള നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളുടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ കാണുമ്പോൾ എന്തുണ്ടാവും? നമുക്കൊരു സിമ്പതി വരും. നമ്മളുമായിട്ട് നേരിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് എമ്പതി വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സിമ്പതി അല്ല വേണ്ടത്, നമുക്ക് എമ്പതിയാണ് വേണ്ടത്. നമ്മുടെ സഭയിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ എമ്പതി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. ദൈവം അങ്ങനെയുള്ള വ്യക്തികളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിനിസ്ട്രി വേറെ ഇല്ല അല്ലെ. പലപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇവിടെ മുമ്പിൽ നിന്ന് നമ്മൾ സൗകര്യമാർക്ക് അങ്ങനെ ചാൻസ് കൊടുക്കാറില്ല അല്ലെ. അങ്ങനെ സൗകര്യമാർക്ക് ഇങ്ങനെ ഒരു അവസരം ഇല്ല ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അത് ഏറ്റവും റിവാർഡിംഗ് ആയിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ സഭായോഗത്തിന് വരുന്നതിന് മുമ്പ് സഭായോഗത്തിലെ ഓരോ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹപ്പെട്ടായിട്ട് നടക്കാൻ വേണ്ടി, അതിന്റെ മനോഹരത്തിന് വേണ്ടി, എല്ലാം ദൈവനാമത്തിന് വേണ്ടി തീരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആരാധനയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനോഹരമായിട്ട് പോകുമ്പോൾ അതിന്റെ റിസൾട്ട് ആർക്കാ വരുന്നത്? ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രത്യേക കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഒട്ടും ഇല്ലാത്ത ഒരു മിനിസ്ട്രിയാണ് പ്രാർത്ഥന എന്നുള്ളത്. ബാക്കി എല്ലാത്തിനും ചെറിയൊരു കോമ്പറ്റീഷൻ ഒക്കെ കാണാൻ വേണ്ടി പറ്റും അല്ലെ. എല്ലാവർക്കും അങ്ങനെ ലഭിക്കാറില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയോ അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ നമുക്കത് എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ദൈവസന്നിധിയിൽ അതിന് പ്രത്യേക ഒരു വിലയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ധൂപകലശമായിട്ട് വെച്ചിരിക്കുകയാണെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അതൊരു ധൂപകലശമായിട്ട് വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയായിട്ട്. അവിടെ വിശുദ്ധന്മാരുടെ പ്രസംഗമൊന്നും അവിടെ പറയുന്നില്ല അല്ലെ. വിശുദ്ധന്മാരുടെ പ്രസംഗവും ഇല്ല, ആത്മീയ തോട്ട്സ് പറഞ്ഞതില്ല അല്ലെ, അതൊന്നുമില്ല. പക്ഷെ എന്താ അവിടെ ധൂപമായിട്ട് വെച്ചേക്കുന്നത്? പ്രാർത്ഥനയാ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം വില ദൈവത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ നോക്കി പറയും നമ്മുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന ഇല്ല, അതൊരു കംപ്ലൈന്റ് ആയിട്ട് ചില ആൾക്കാർ പറയും അല്ലെ. ഉപവാസ പ്രാർത്ഥന ഇല്ല. അങ്ങനെ തോന്നുന്നവർ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. അത് നമ്മൾ സ്വന്തം ചെയ്യാവുന്ന കാര്യമല്ലേ. അതെന്താ നമ്മൾ സ്വന്തം ചെയ്യാത്തെ? മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുമ്പോൾ അതിനൊരു സുഖം അല്ലെ. വേറെ ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ ഉപവാസം ഒരു സുഖം അല്ലെ. എന്നിട്ട് ഉപവാസമൊക്കെ എങ്ങനെയാ? ഉപവാസം തീരുന്നത് പിന്നെ 2 ദിവസത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് അന്നത്തെ സദ്യയൊക്കെ ഉണ്ടാവുക അന്ന് ലാസ്റ്റ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉപവാസം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഉപവാസം സഭയായിട്ടില്ല എന്ന് പറഞ്ഞൊന്നും കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. കാരണം ദൈവത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് വിൽ റിവാർഡ് ഹു സീസ് ഇൻ സീക്രട്ട്. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രതിഫലം തരും അല്ലെ. നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം അത് ഗിരിപ്രഭാഷണത്തിന്റെ ഉള്ള ബന്ധത്തിലൊക്കെ ഒന്നിച്ച് പറയുന്നതാണ് അല്ലെ. 6-ാമത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നവരെ എന്ത് ചെയ്യണം? നമ്മൾ അത് കൂടുതലായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ ബില്ലി ഗ്രഹാമിന്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കേട്ട ഒരു കാര്യം, ബില്ലി ഗ്രഹാമിന് എപ്പോഴും പ്രെയർ വാരിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീം തന്നെ അവർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞത് ബില്ലി ഗ്രഹാമിന്റെ മിനിസ്ട്രിക്ക്. അതായത് ബില്ലി ഗ്രഹാമിന്റെ ഒരു ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അതേ ഓഡിറ്റോറിയത്തോട് ചേർന്ന് തന്നെ പുറകോട്ടും കൂടി അവരൊരു പന്തൽ, ചെറിയൊരു പന്തൽ കിട്ടും. മുമ്പിൽ വലിയ സ്റ്റേജ്, അവിടെയാണ് ബില്ലി ഗ്രഹാം നിന്നിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതേ ഇതിന്റെ ഭാഗം തന്നെ പുറകോട്ടും കൂടെ പോയിട്ട് പുറകിൽ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അത് ഒരു പ്രെയർ ടെന്റ് ആണ്. അപ്പൊ ഈ ബില്ലി ഗ്രാമിന്റെ മെസ്സേജുകളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ആളുകൾ ടേൺ എടുത്ത് പ്രാർത്ഥിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ് ബില്ലി ഗ്രഹാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഈ ബില്ലി ഗ്രഹാമിനെ കുറിച്ച് വേറൊരു കാര്യം ഞാൻ കേട്ടത്, ഒരിക്കൽ ഇദ്ദേഹത്തെ ടുഡേ ഷോ എന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടി, ഒരു TV പരിപാടിക്ക് വേണ്ടി ഇദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു. ടുഡേ ഷോ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം വലിയ പ്രസംഗികനാണ്, ക്രിസ്തീയ പ്രഭാഷകനാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഇതൊരു സെക്യുലർ ചാനൽ ആയിരുന്നെങ്കിലും, അമേരിക്കയിലാണ്, അപ്പൊ അങ്ങനെ ഒരു സെക്യുലർ ചാനൽ ആണെങ്കിലും
ഇവരെന്ത് ചെയ്തു? ബില്ലിഗ്രാമിനോട് പറഞ്ഞു, ഇവിടെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്, നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നുള്ളത് ബില്ലിഗ്രാമിന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു. അപ്പൊ ബില്ലിഗ്രാമിന്റെ അസിസ്റ്റന്റ് ഇങ്ങനെ പറഞ്ഞു, ബില്ലിഗ്രാമിന്റെ അസിസ്റ്റന്റ് ഇതാണ് പറഞ്ഞത്, ഓക്കെ, പുള്ളിക്കാരൻ ഇത് റിജക്ട് ചെയ്തിട്ട് പറഞ്ഞു, മിസ്റ്റർ ഗ്രഹാം started praying when he got up in this morning. He prayed while eating breakfast. He prayed on the way over in the car, and he will probably be praying all the way through the interview. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ പുള്ളി എഴുന്നേറ്റപ്പം പ്രാർത്ഥിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, ഇന്നിപ്പം വന്നുകൊണ്ടിരിക്കണം കാറിലും എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്ന സമയത്ത് എന്ത് ചെയ്യുമായിരിക്കും? പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പുള്ളിക്ക് പ്രത്യേക റൂമോ സൗകര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന എന്നുള്ളത് പുള്ളിയുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ബൈബിളിലും അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, പ്രേ വിത്തൗട്ട് സീസിങ്, അല്ലെ? ഇടവിടാതെ പ്രാർത്ഥിക്കാം. അപ്പൊ ഇടവിടാതെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം, അല്ലെ? ശ്വാസോച്ഛ്വാസം കുറച്ചൊക്കെ നമുക്ക് ഇടപെട്ടാലും അല്ലെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഫീൽ ആകും. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ വെള്ളത്തിലൊക്കെ ചാടുന്ന സമയത്ത് ഒന്ന് പിടിച്ചു നോക്കാറുണ്ട്, അല്ലെ? എത്രമാത്രം ഒന്ന് പിടിച്ചു നോക്കും. എന്നാൽ ഒരു ലിമിറ്റ് വിട്ട് പിടിച്ച ആൾക്കാരെ പിന്നെ നമ്മൾ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ശ്വാസം നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് യു ആർ ബ്രീത്തിങ്. അപ്പൊ നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് പ്രാർത്ഥനയുടെ ഒരു മനോഭാവം വേണം. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പരീക്ഷ എഴുതുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് മനസ്സിൽ ഓരോ വാക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ജോലി, അപ്പൊ അതിലെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റും. വാഹനം ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വാഹനം ഓടിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലേ? അപ്പൊ പിന്നെ കർത്താവ് ഉദ്ദേശിച്ചതിനേക്കാളും നേരത്തിൽ അവിടേക്ക് എത്തിപ്പോകും. അപ്പൊ ഓരോ സമയത്തും അതിൻ്റെതായുള്ള രീതിയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ബില്ലി ഗ്രഹാം പറയുന്നത് ഒരു സുഹൃത്തിനോട് എന്ന പോലെയാണ് പുള്ളി ദൈവത്തോട് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിക്കും, ഒരു പിതാവിനോട് എന്ന പോലെ സംസാരിക്കുന്നതാണ് പുള്ളി വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു വ്യക്തി, അല്ലെ? ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തി. ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാവീദ് പെർഫെക്റ്റ് ആണോ? ദാവീദ് പെർഫെക്റ്റ് ഒന്നുമല്ല, അല്ലെ? വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, അല്ലെ? വ്യഭിചാരവും അല്ലെങ്കിൽ കൊലപാതകവും അങ്ങനെയുള്ള പല തെറ്റുകളും ദാവീദിന്റെ ജീവിതത്തിലും വന്നുപോയിട്ടുണ്ട്. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് തനിക്ക് നല്ല ഒരു ആത്മാർത്ഥമായിട്ടുള്ള റിപ്പന്റൻസ് ഉണ്ടായിരുന്നു. ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പശ്ചാത്തലം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുള്ളി അത് വളരെ വ്യക്തമായിട്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് പിന്മാറും. മാത്രമല്ല ഒരു പ്രാർത്ഥനാ മനോഭാവം, ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി പുള്ളിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. സങ്കീർത്തനങ്ങളിലൊക്കെ അങ്ങനെയാണ്, അല്ലെ? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ വേണ്ടി കാംക്ഷിക്കുന്നു. അപ്പൊ ആ ഒരു ആത്മാർത്ഥമായിരിക്കുന്ന ഒരു മനോഭാവമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇടിവിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന മനോഭാവം ഉള്ള വ്യക്തി തീർച്ചയായിട്ടും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്കിന് നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ദൈവവചനം വായിക്കുന്നത്, പഠിക്കുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ദൈവത്തിൽ നിന്ന് നമ്മൾ വാക്കുകൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഭാഗത്തോട്ട് മാത്രം സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. അത് ഡയലോഗ് അല്ല, അല്ലെ? ഡയലോഗിന് എന്ത് വേണം? ഡയ എന്ന് പറഞ്ഞാൽ രണ്ട്, അല്ലെ? രണ്ട് ഭാഗം വേണം. അപ്പൊ ഇങ്ങോട്ടും വർത്താനം പറയണം, അങ്ങോട്ടും നമ്മൾ പറയണം. അപ്പൊ ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു, ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നു. അത് പ്രാർത്ഥന വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ആക്സ് എന്നുള്ള ഒരു ഫോർമുലയാണ് ബില്ലി ഗ്രഹാം ഉപയോഗിച്ചത്. അപ്പം ബില്ലി ഗ്രഹാമിന്റെ പുസ്തകം വായിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രാർത്ഥനയുടെ 4 ഭാഗങ്ങളായിട്ട് പുള്ളി പറയുന്നതാണ്. ആക്സിന്റെ ഒന്ന് അഡോറേഷൻ, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, അല്ലെ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നത്. വല്ലവനായിരിക്കും ദൈവമേ, സർവശക്തനായിരിക്കും ദൈവമേ. നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രാർത്ഥനയുടെ തുടക്കം എപ്പോഴും എങ്ങനെയാണ്? ദൈവത്തെ ആരാധിക്കാനുള്ള ബന്ധത്തിലാണ്. പിന്നെ ആക്സിന്റെ സി എന്ന് പറഞ്ഞാൽ കൺഫെഷൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തെറ്റുകൾ നമ്മൾ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥന വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം സഭയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പറയാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റവും പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പല വിശ്വാസ കുടുംബങ്ങളിലും ഇതൊക്കെ വളരെ കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുമുണ്ട്. പിന്നെ ACT എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിംഗ്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അപ്പൊ അങ്ങനെ എണ്ണി നന്ദി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു. പിന്നെ സപ്ലിക്കേഷൻ, അവസാനത്തെ ഒരു പോയിന്റ് ആണ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക.
ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിന് വലിയ ഹൈലൈറ്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും മുമ്പേ ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അപ്പം നമ്മുടെ ആവശ്യങ്ങളെ ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഈ സപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വളരെ ദുഃഖകരമായിരിക്കുന്ന കാര്യവും ആണ്. മറ്റ് 3 എണ്ണത്തിനാണ് കൂടുതൽ ഹൈലൈറ്റ് എപ്പോഴും വരേണ്ടത്. പ്രാർത്ഥന എന്നുള്ളത് എപ്പോഴും തരിക എന്ന് ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്ന പരിപാടിയല്ല. എന്നാൽ ദൈവത്തിന്റെ മഹത്വത്തെ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയത എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്രമാത്രം ഭാരം നമുക്കുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർത്ത് നമുക്ക് എത്രമാത്രം ഭാരം ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നാൽ നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്? കൂടുതലായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ തന്നെ 13:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളോട് വായിച്ച് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. എസെക്കിയേൽ 13:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചലിച്ചിട്ടുകൊണ്ടും അത് ചുവർ പണിതാൽ അവർ കുമ്മായം മുറ്റി കളയുന്നത് കൊണ്ടും അപ്പൊ അവിടെ പറയുന്ന ഒരു ചുമരിനെ കുറിച്ചാ. അപ്പൊ ദൈവം ഇവിടെയും പറയുന്നത് നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് എന്താണ്? ഒരു മതിൽ പണിത് ഇടിവിൽ നിൽക്കാൻ വേണ്ടി ഒരു വ്യക്തി അന്വേഷിച്ചേ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നത് അവിടെ ഒരു മതിൽ പണിയുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നേ? ഒരു മതിൽ പണിതിട്ട് അതിനെന്ത് ചെയ്യുകയാണ്? കുമ്മായം അടിക്കും. എന്തിനു വേണ്ടി കുമ്മായം അടിക്കുന്നവര്? ഈ മതിലിന്റെ പണി അത്ര ക്വാളിറ്റി ഇല്ലാത്ത പണിയാണ്. അപ്പൊ ഈ പണിയിൽ വന്ന പോരായ്മകൾ ആരും കാണാതിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുവാണ്? നന്നായിട്ട് കുമ്മായം അടുപ്പിച്ച് പിടിക്കുക. അപ്പൊ കുമ്മായം അടിച്ചത് അങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഓർക്കും ഇത് നല്ല ഫ്രഷ് ഇപ്പൊ ഉണ്ടാക്കിയ അടിപൊളി മതിലാണെന്നാണ് ഓർക്കുന്നത്. അങ്ങനെയാണ് പല ക്രിസ്ത്യ ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നത്. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. ചർച്ചിൽ വരുന്നു, പാട്ട് പാടുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, അല്ലെ, ബൈബിളിൽ ചിന്തകൾ പറയുന്നു, എല്ലായിടത്തും ആക്റ്റീവാണ്. അപ്പം ദൈവം ശരിക്കും അറിയാവുന്നതുകൊണ്ട് പറയാണ് ഇത് കുമ്മായം അടിച്ച മതിൽ പോലെയാണ് ഇപ്പം ഇരിക്കുന്നത്. എന്നിട്ട് എന്താണ് തുറന്നു പറയുന്നത്? അവിടെ പറയുന്നത് എന്താണ്? പെരുമഴ പെയ്യും, അല്ലെ? അത് ഓർത്തോണം, അല്ലെ? കുറച്ച് കഴിയുമ്പോ എന്താ വരാൻ പോകുന്നേ? പെരുമഴ പെയ്യും, കുമ്മായി അടിച്ച് എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. ഒറിജിനൽ ഭിത്തിയാണെങ്കിലേ അവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ അത് ഓർക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പെരുമഴ വരുന്നവരേക്ക് ഈ കാര്യങ്ങൾ നമുക്കിങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ടും പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ചുള്ള ഭാരം ഇല്ലെങ്കിൽ, അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വലിയൊരു തകർച്ച ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പെരുമഴ വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ റിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരിക്കും മതിൽ പണിതിട്ട് എന്ത് ചെയ്യണം? കുമ്മായൊക്കെ അടിക്കണം. അല്ലാതെ എന്തെങ്കിലും മതിൽ പോലെ തോന്നിപ്പിച്ചിട്ട് അടിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആത്മാർത്ഥത വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടി ദൈവം കൃപ തരട്ടെ. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ, ഇടിവിൽ നിൽക്കുവാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നമ്മൾ ഇടവരുത്തട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ.